നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി സദ്യക്കൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയൊരു ക്യാരറ്റ് പച്ചടിയാണ്. ഈ ഒരു പച്ചടി നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും, അതേസമയം നല്ല നാടൻ രീതിയിൽ നല്ല ഒരു ടേസ്റ്റ് തരുന്ന നല്ല കിഡിലനൊരു വിഭവമാണ്. അപ്പോൾ ഈ പച്ചടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ക്യാരറ്റ് പച്ചടി. നമുക്ക് നോക്കാം ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നും എങ്ങനെയാണ് ഈ കിടുക്കൻ പച്ചടി ചെയ്യുന്നതെന്നും. ഞാനിവിടെ 1.5 ക്യാരറ്റ്, ഏകദേശം വലിയ ക്യാരറ്റാണ്, ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ഗ്രേറ്റർ വെച്ചിട്ടാണ് ഇത് ഗ്രേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ഒരു 3 ചുവന്നുള്ളി അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സവാളയുടെ 1/4 ഭാഗം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില വേണം. പിന്നെ നമുക്കിതിലേക്ക് അരയ്ക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ വേണം, 1/2 ടീസ്പൂൺ ജീരകം, താളിക്കാനായിട്ട് കടുകും വറ്റൽമുളകും വേണം. നമുക്ക് ആദ്യം തന്നെ ഈ തേങ്ങയും ജീരകവും കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ തേങ്ങ മിക്സിയിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ജീരകം കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ്. 3 ടേബിൾ സ്പൂൺ തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവും വെള്ളവും കൂടാണ് ഇത് അരച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ അരപ്പ് റെഡി ആയി കഴിഞ്ഞു. ഈ കടുകൊക്കെ ലാസ്റ്റായിട്ട് നമ്മൾ അരച്ചതിന് ശേഷം ചതച്ചെടുക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് ഈ പച്ചടിയിലേക്ക് തൈര് വേണം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ലിറ്റർ തൈര് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അങ്ങനെ നമുക്ക് ഈ തൈര് കുറച്ച് ഉടച്ചിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിത് ലാസ്റ്റായിട്ടാണ് ഈ തൈര് ചേർക്കുന്നത്. ഇനി പച്ചടി റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വറ്റൽമുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരണം. നമ്മുടെ ഈ പച്ചടി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണേ. ഇപ്പം കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും സവാളയും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കണേ. അപ്പോഴായിരിക്കും നമ്മുടെ ഈ പച്ചടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. സവാളയൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണിത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ ക്യാരറ്റ് ഒരുപാടിപ്പോൾ ഈ പച്ചടിക്ക് വേവിക്കുന്നില്ല. ചിലർ പച്ചടിക്ക് നല്ലതുപോലെ ക്യാരറ്റ് വേവിച്ചാണ് ചേർക്കുന്നത്. എനിക്കിതിങ്ങനെ ചെറുതായിട്ട് ഈ പച്ചടിയിൽ ക്യാരറ്റ് ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയാണ് ചേർക്കുന്നതെങ്കിൽ ഒന്ന് മൂടി വെച്ച് കുറച്ച് വെള്ളം തെളിച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാം. ഞാൻ ഈ തേങ്ങ അരച്ച മിക്സിയിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അരപ്പൊന്നും ഒട്ടും വേസ്റ്റ് ആവുകയില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഈ അരപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരല്പം കൂടെ ഉപ്പും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിതിൽ ഒരുപാട് എരിവ് വേണ്ടെങ്കിൽ 1-2 പച്ചമുളക് ചേർത്താൽ മതിയാവും കേട്ടോ. ഞാനിതിലേക്ക് ഒരല്പം കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ക്യാരറ്റും ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. അതേസമയം നമുക്ക് ഈ പച്ചടിയിൽ ഇത് കടിക്കാനും കിട്ടും. അപ്പോൾ നമ്മുടെ അരപ്പും നമ്മൾ ക്യാരറ്റും ഒക്കെ കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ തൈര് ചൂടാക്കുന്നില്ല. ഇതങ്ങനെ ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയിട്ട് അതിന് മേലെയായിട്ട് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ അരപ്പും വഴറ്റിയെടുത്ത ക്യാരറ്റും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ കൂടെ ഈ തൈരിനോട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഇതിങ്ങനെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണേ. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് കൂടുതലാണെങ്കിൽ ഒരല്പം കൂടെ തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ പച്ചടി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണിത്. അപ്പം നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഇനി പച്ചടി വയ്ക്കുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ പറയണേ. താങ്ക്